യൂറോപ്പിലെ സ്ത്രീകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രധാന പരാതി PCOD ആണ്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അതായത് നമ്മളെ ഗർഭാശയത്തിൻ്റെ രണ്ട് ഭാഗത്തും കിടക്കുന്ന രണ്ട് ഗ്ലാൻഡുകളാണ് ഓവറീസ്. അതിനകത്തു നിന്നാണ് നമുക്ക് ഈ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകുന്നത്, അണ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ചെറിയ സിസ്റ്റുകൾ വരും, ചെറിയ മുഴകളോ കുരുകളൊക്കെ അകത്തും പുറത്തൊക്കെ ഉണ്ടാവാം. അതിനാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നൊക്കെ പറയും. ഈയിടെയായിട്ട് വളരെ കൂടിയിട്ടുണ്ട് ഇതിൻ്റെ പെർസെൻറ്റേജ്. പകുതിയോളം പെൺകുട്ടികൾക്ക്, ഒരു 15 വയസ്സിൻ്റെ 25 വയസ്സിൻ്റെ ഇടയിൽ പകുതിയോളം സ്ത്രീകളുടെ ഇടയിൽ ഇപ്പോൾ ഇത് PCOD കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മളെ ഡയറ്റ് തന്നെയാണ്. അമിതമായിട്ടുള്ള മധുരങ്ങളും ചോക്ലേറ്റ്, ഐസ്ക്രീം, ഇങ്ങനത്തെ ബിസ്ക്കറ്റ്, ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് കാർബോഹൈഡ്രേറ്റുകളുടെ അളവ് ഇൻടേക്ക് വളരെ കൂടിയിട്ടുണ്ട്. ജനസംഖ്യയിൽ എല്ലാവരുടെ ഇടയിലും കൂടിയിട്ടുണ്ട്, അത് പെണ്ണുങ്ങളുടെ ഇടയിലും കൂടിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് PCOD. PCOD ഇല്ലാതെയാക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ഈ ഭക്ഷണം മാറ്റുക, കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക, മധുരങ്ങളും മറ്റ് ധാന്യങ്ങളും കിഴങ്ങുകളും ഒക്കെ ഒഴിവാക്കുക. തീർച്ചയായിട്ടും നമ്മൾ LCHF കൊണ്ട് PCOD പൂർണ്ണമായിട്ടും സുഖപ്പെടും. 3 മാസം 6 മാസം കൊണ്ടൊക്കെ തന്നെ LCHF ഡയറ്റ് കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ PCOD സുഖപ്പെടുന്നുണ്ട്. അവരുടെ മെൻസ്ട്രുവൽ സൈക്കിൾസൊക്കെ നോർമലായി വരുന്നുണ്ട്. ഗർഭം ധരിക്കാനുള്ള ഇതൊക്കെ സാധ്യതയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഡയറ്റ് കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു അസുഖമാണ് PCOD. പെട്ടെന്ന് തന്നെ സുഖവും. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഓവറി ഡിസീസ് എന്നും പറയും. അതാണ് PCODയും PCOSും. സ്ത്രീകളിൽ പിന്നെ പുരുഷ ഹോർമോൺ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഓവറിക്കകത്ത് ചെറിയ സിസ്റ്റുകൾ, മുഴകളൊക്കെ വളരും. അത് ഗർഭധാരണത്തിന് തടസ്സമായിട്ട് മാറും. കൂടുതലും നമ്മൾ ആഹാരത്തിൻ്റെ ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഇതിനെല്ലാം കാരണം. കാർബോഹൈഡ്രേറ്റും മറ്റു ഭക്ഷണങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ ചിക്കനൊക്കെ കഴിക്കുന്നവർക്കാണ് കൂടുതലും വരുന്നത്, ബ്രോയിലർ ചിക്കൻ. അപ്പോൾ അത് ഉള്ള അസുഖം വന്നവർക്ക് തടി കൂടുതലായിരിക്കും, വെയിറ്റ് ക്രമാതീതം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല. അതിന് ചില ഈ ഗർഭധാരണങ്ങൾ ഇത് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ പോയാൽ സ്റ്റിറോയിഡും അതുപോലെ ഹോർമോൺ ചികിത്സകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാവുകയും അത് കഴിഞ്ഞ് ശരീരം മൊത്തത്തിൽ തന്നെ ഇതിനെക്കാട്ടി ഭയങ്കര വെയിറ്റിലോട്ട് മാറുകയും പിന്നെ അത് പല അസുഖങ്ങളിലോട്ടുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇത് ഭേദപ്പെട്ട് വരാറുള്ളൂ ഈ അലോപ്പതി ചികിത്സയിൽ കൂടി. അതിന് ഏറ്റവും പ്രധാന കാരണം ഇതിന് ചികിത്സയില്ല യഥാർത്ഥത്തിൽ. ഇതിനെ തടി കുറയ്ക്കുക, ആ ഹോർമോണിൻ്റെ അളവിനെ കുറയ്ക്കുക, ഉൽപ്പാദനത്തെ കുറപ്പിക്കാനായിട്ട് തടി കുറയ്ക്കണം. അത് ആഹാരത്തിൽ ക്രമീകരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യം, പല ഡോക്ടേഴ്സിൻ്റെ ഇതുമായിട്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടേഴ്സിൻ്റെ ഇതിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, പിന്നെ സ്ത്രീകളിൽ പൊതുവെ ചെറുതിലേക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മൂത്രമൊഴിക്കാൻ ബാത്റൂമിലൊക്കെ പോകാനായിട്ട് മടിയായതുകൊണ്ട് വെള്ളം കുടിക്കത്തില്ല. വെള്ളം കുടിക്കാതെ ഇങ്ങനെ യൂറിനറി ബ്ലാഡറിനകത്ത് യൂറിൻ ഇങ്ങനെ കെട്ടും. യൂറിൻ കിട്ടുമ്പോൾ അതൊരു ഹീറ്റായിട്ട് അവിടെ നിൽക്കുമ്പോൾ അത് ഈ ഓവറിൽ എപ്പോഴും അത് സമ്പർക്കം പുലർത്തുന്നുണ്ട്. അതിൽ കൂടിയാണ് ഇത് ഗർഭധാരണ ശേഷി നശിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു. വെള്ളം കൂടിയാണ് ഇതിൻ്റെ മെയിൻ കാരണം. വെള്ളം കുടിക്കുന്ന സ്ത്രീകളിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് ഈ ഒരു അസുഖം വരാനായിട്ട് ചാൻസ് ഉള്ളൂ. വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം. അത് കുടിച്ചാൽ ഈ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. PCOD ഉണ്ടെങ്കിലും ഡയറ്റ് LCHF ഡയറ്റ് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇറച്ചി കഴിക്കാൻ പറ്റൂല, ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രോയിലർ ചിക്കൻ LCHF അനുവദിക്കുന്നില്ല. നാടൻ ചിക്കൻ തൊലിയോട് കൂടി കഴിക്കാൻ, കൊഴുപ്പ് കഴിക്കാനുള്ള നമ്മുടെ ലക്ഷ്യം. പ്രോട്ടീനും ഗ്രോത്ത് ഹോർമോണും ഒന്നും കഴിക്കുകയല്ലല്ലോ. ബ്രോയിലർ ചിക്കനിൽ ഗ്രോത്ത് ഹോർമോണും പ്രോട്ടീനും ഒക്കെ ആവശ്യത്തിലധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കരുത്. നിങ്ങൾ പച്ചക്കറിയും ബട്ടറും ഒക്കെ മാത്രം ഉപയോഗിച്ചിട്ട് ഡയറ്റ് ചെയ്യൂ, അപ്പോൾ ശരിയാവും.